അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നിങ്ങളൊക്കെ കണ്ടില്ലേ? അടിപൊളിയല്ലായിരുന്നോ? അടിപൊളിയായിരുന്നു. ഇനി എന്താ പറയാ, എല്ലാവരും നന്നായിട്ട് ഗെയിം കളിച്ചു. ഒരാൾ പോലും അങ്ങനെ എന്താ പറയുക ഗെയിം കളിക്കാതെ മാറിയിരുന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു. ഇതിൽ വന്ന 25 പേര് സെലിബ്രിറ്റീസ് ആയെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒരാൾ പോലും മോശമായിട്ട് പിന്നോട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും സെലിബ്രിറ്റീസായി. എല്ലാവരും അവരവരുടെ കഴിവുകൾ കാണിച്ചിട്ടുണ്ട്. സൂപ്പർ. ടോപ്പ് 5-ലെത്തിയവർ എന്താ പറയുക, മിടുക്കുകൾ. കാരണം 100 ദിവസം നിന്ന് അവിടെ എത്തുകയെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ 5 പേരും കപ്പടിച്ച പോലെ തന്നെയാണ്. പിന്നെ ഒരാൾക്കല്ലേ കപ്പ് കൊടുക്കാൻ പറ്റൂ, അതാ പബ്ലിക്കിൻ്റെ വോട്ടിങ്ങിൻ്റെ ഇതിലാണ്. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി 5 പേരും കപ്പെടുത്തതിന് തുല്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം. ഓക്കെ, അത് അല്ലേ ഞാൻ പറഞ്ഞില്ല, ആ 5 പേരും ഡിസേർവിങ് തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് നിമിഷം വരെ വോട്ടിംഗ് ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോലും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി തന്നെ ഇരുന്നൊരു സീസണായിരുന്നു. ഞങ്ങൾ പോലും അവിടെ ഇരിക്കുമ്പോൾ ആരായിരിക്കും എന്നുള്ളൊരു അവസാനം വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഭംഗിയായി അവസാനിച്ചു. എല്ലാവരും ഹാപ്പിയാണ്. ബിഗ് ബോസിലൊക്കെ പോകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പേടിയാണ്. പോയിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ എങ്ങനെയാണ് അനുഭവം? എങ്ങനെയാണ്? അയ്യോ, എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയല്ല ഒരിക്കലും താങ്കളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളുടെ ആവശ്യമില്ല. ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായത്. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ അറിവുകളൊന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിലുള്ള എല്ലാ വശങ്ങളും. അതൊരു വലിയ കാര്യമല്ലേ. നമുക്ക് നേരെ തിരിച്ചൊരു കണ്ണാടി എന്ന് പറയുന്നത്. കണ്ണാടി നമുക്ക് നേരെ തിരിച്ചൊരു കണ്ണാടിയാണ്. തീർച്ചയായിട്ടും അതെ കറക്റ്റ്, എക്സാക്ട്ലി അതാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു.